ഒമാനിൽ വ്യാജ റിക്രൂട്ട്മെന്റ് ഏജന്റിന്റെ വലയിലകപ്പെട്ട സ്ത്രീയുടെ നാട്ടിലുള്ള 9 വയസ്സുകാരനായ മകനെ 5 മാസം മുൻപാണ് പ്രലോഭനങ്ങൾ നൽകി തട്ടിപ്പ് സംഘം മസ്കറ്റിലെത്തിച്ചത്. ഖത്തറിൽ ടാക്സി ജീവനക്കാരനാണ് പിതാവ്. കൊല്ലം സ്വദേശിയായ ഇയാൾ മകന്റെ തിരോധാനം അന്വേഷിക്കാൻ കഴിഞ്ഞയാഴ്ച ഒമാനിലെത്തി റൂവി KMCC പ്രവർത്തകരുടെ സഹായം തേടുകയായിരുന്നു. പിതാവിന്റെ പരാതിയിൽ റോയൽ ഒമാൻ പോലീസും കൊണ്ടോട്ടി പോലീസും ഇടപെടുകയും നാടകീയമായി മോചനം സാധ്യമാക്കുകയുമായിരുന്നു. കുട്ടിയുടെ പാസ്പോർട്ട് കൈവശമുണ്ടെന്നും നൽകാൻ വൻതുക വേണമെന്നുമാണ് സംഘം ആവശ്യപ്പെട്ടിരുന്നത്. പണം ആവശ്യപ്പെട്ട പ്രതിയെ കരിപ്പൂർ എയർപോർട്ട് SI കസ്റ്റഡിയിലെടുത്തു. ഒമാനിലുള്ള കുട്ടിയുടെ പാസ്പോർട്ട് കൊണ്ടോട്ടിയിൽ നിന്നുമാണ് പോലീസ് കണ്ടെടുത്തത്. കുട്ടിയുടെ ഉമ്മാന്റെ പാസ്പോർട്ടും നാട്ടിൽ ഈ വിസ തട്ടിപ്പിന്റെ ടീം നാട്ടിലെത്തിച്ച് കൂടുതൽ പൈസക്ക് ആവശ്യപ്പെടുന്നതാണ്. അപ്പോൾ ഇപ്പം നാട്ടിൽ എങ്ങനെയാണ് എത്തിയത്, ആരാണ് എത്തിച്ചതെന്ന് കൃത്യമായിട്ട് അറിയില്ല. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ വിസ തട്ടിപ്പ് സംഘത്തിന്റെ വലയിലാണ് മാതാവുമെന്ന് തെളിഞ്ഞു. ഇവരെ മോചിപ്പിക്കാനുള്ള ശ്രമം തുടരുകയാണ്. വമ്പൻ വാഗ്ദാനങ്ങൾ നൽകി കേരളത്തിൽ നിന്നും ആളുകളെ വ്യാജ വിസയിൽ ഒമാനിലെത്തിച്ച് തട്ടിപ്പ് നടത്തുകയാണ് സംഘം. കേരളത്തിലെ അധികൃതർക്ക് പലതവണ പരാതി നൽകിയിട്ടും യാതൊരു ഇടപെടലും ഉണ്ടായില്ലെന്ന് KMCC പ്രവർത്തകർ ആരോപിച്ചു. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.